അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിൻ്റെ ഫളല് കൊണ്ട് റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫുണ്ട്. നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഹബ്ബുർ റസൂൽ സമ്മേളനവുമായി, ഈ മജ്ലിസുമായി, ഈ സ്വലാത്ത് വാർഷിക സമ്മേളനവുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിൽ സംബന്ധിച്ച മഹാന്മാരായ സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശിഫ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിലൊരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിലൊരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ഉടുപ്പി ജില്ലയിലെ കട്ടപ്പാടി സർക്കാർ കുട്ട് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇവിടെയുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘാടകരും വേണ്ടപ്പെട്ടവരുമെല്ലാം ഒത്തൊരുമിച്ച് പ്രൗഢമായി സംഘടിപ്പിച്ച മീലാദ് സമ്മേളനത്തിലാണ് നമ്മുടെ ഈ സംഗമം. അല്ലാഹു ഖബൂൽ നൽകുമാറാകട്ടെ. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഈ ജില്ലയിലെ ഈ പ്രദേശത്തെയൊക്കെ പരിസരങ്ങളിലുള്ള ഒക്കെ പണ്ഡിതന്മാരും നേതാക്കളും ഒക്കെ ഈ സദസ്സിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമുക്കും അവർക്കും അല്ലാഹു സന്തോഷം നൽകട്ടെ. ഇതുപോലുള്ള സദസ്സുകൾ ഈ കർണാടകയിലോ അല്ലെങ്കിൽ കേരളത്തിലോ മാത്രം കാണുന്നതല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന
വിശ്വാസി ജനങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെയും പ്രൗഢമായ നിലക്ക് പ്രത്യേകമായി ഈ റബീഉൽ അവ്വൽ മാസത്തിൽ മദ്ഹുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മേളനങ്ങൾ നടന്നു വരികയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവനേക്കാൾ അപ്പുറമാണ്. എല്ലാത്തിനേക്കാളും നമ്മുടെ സ്വന്തത്തെക്കാൾ ബന്ധത്തെക്കാൾ മറ്റെല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തിയത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വശരീരങ്ങളെക്കാൾ സ്വന്തത്തെക്കാൾ ഏറ്റവും അഹക്കായവരാണ്, ബന്ധപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ ആ തങ്ങളെ സ്നേഹിക്കാനും അവിടത്തെയുമായി ഒരു വലിയ ബന്ധം സ്ഥാപിക്കാനും കടപ്പെട്ടവരാണ് മുസ്ലിം. ആ സ്നേഹവും ബന്ധവും ഒരാളിലില്ല എങ്കിൽ അവർ ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. അവരെ സംബന്ധിച്ച് മുഅ്മിൻ എന്ന് പറയാൻ കഴിയില്ല. അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ലോകത്ത് പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ സർവരും അംഗീകരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹ്മഹുല്ലാ കൊണ്ടുവന്ന കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ കൊണ്ടുവന്ന ഒരു വലിയ ഹബ്ബിന്റെ ഒരു ഹദീസ് പറയുന്നുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം മാതാപിതാക്കൾ, മക്കൾ ഉൾപ്പെടെ ആരെല്ലാം സ്നേഹിക്കുന്ന സ്നേഹജനങ്ങളായിട്ടുണ്ട്, സർവരെക്കാളും റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ ഒരാൾ ഈമാൻ ഉൾക്കൊള്ളുന്നില്ല, ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്നിധിയിൽ അവിടുത്തെ ഹളറത്തിൽ ഒരു സമയം പറഞ്ഞ വാക്ക് ഓർമ്മ വരികയാണ്. അവിടെന്ന് പറഞ്ഞു, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ്, എൻ്റെ സ്വന്തം കഴിഞ്ഞാൽ, എൻ്റെ നഫ്സ് കഴിഞ്ഞാൽ, എൻ്റെ സ്വശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ വലിയ നിലക്ക് സ്നേഹിക്കുന്നത് അങ്ങയെയാണ്, അവിടത്തെയാണ്. അപ്പോൾ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ഖാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ ഉമറേ, നിങ്ങൾ മുഅ്മിനായിട്ടില്ല. അപ്പോഴാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ സന്നിധിയിൽ സവിധത്തിൽ താഴ്മയോടെ വലിയ ആദരവോടെ ഭക്തിയോടെ പറയുന്നു, യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എൻ്റെ ജീവിതത്തിൽ എന്നെക്കാളും എൻ്റെ സ്വന്തം നഫ്സിനെക്കാളും മറ്റെല്ലാറ്റിനേക്കാളും എനിക്ക് ഏറ്റവും ഈ ലോകത്ത് പ്രിയപ്പെട്ടത് തങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത് എന്താണ്? തങ്ങൾ അൽ ആൻ, ഓ ഉമറേ, ഇപ്പോഴാണ് നിങ്ങൾ മുഅ്മിനായത്. അപ്പോൾ ഒരാൾ വിശ്വാസിയാകണമെങ്കിൽ, ഒരാൾ ഇസ്ലാം ഉൾക്കൊള്ളണമെങ്കിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചേ പറ്റൂ, ആ തങ്ങളെ സ്നേഹിച്ചേ പറ്റൂ, ആ തങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയേ പറ്റൂ. മുഅ്മിനിന് തങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ട് ലോകത്തും തങ്ങളെ മാറ്റിയാൽ അവരെ സംബന്ധിച്ച് മുഅ്മിൻ എന്ന് പറയാൻ കഴിയില്ല.
അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, മഹാന്മാരായ അസുഹാബിനെയാണ്, അസുഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. ഖുർആൻ നമുക്ക് നൽകിയ നിർദ്ദേശവും അതാണ്. ആമിനു കമാ ആമനന്നാസ്, നിങ്ങൾ അന്നാസാകുന്ന അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാരാകുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം എന്നാണ് ഖുർആൻ ആഹ്വാനം ചെയ്തത്. സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ, സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ ആ മാതൃക പിൻപറ്റാൻ ഒരു മുസ്ലിം കടപ്പെട്ടവരാണ്. ഒരു മുസ്ലിമിന് അത് ബാധ്യതയാണ്. മഹാന്മാരായ അസ്ഹാബ് തങ്ങളെ ഹദ്റത്തിൽ വന്ന് പറഞ്ഞത് എന്താണ്? ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞങ്ങളെ മുഴുവനും തങ്ങൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് എല്ലാറ്റിനേക്കാളും വലുത് തങ്ങളാണ്. ഞങ്ങൾ മുഴുവനും തങ്ങൾക്കുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉലൂഹിയത്തിന്റെ മഖാമ് കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠർ, അഷ്റഫുൽ ഖൽഖ്, അഫ്ളലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് തങ്ങളെ പ്രകീർത്തിച്ച് രചിച്ച മങ്കൂസ് മൗലിദ് എന്ന കിതാബിന്റെ തുടക്കത്തിലെ ഹദീസിലെ ആദ്യത്തെ പദ്യം, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖദ്തു യാ സയ്യിദി ഖൈറൻ നബി. ഓ നബിയേ, തങ്ങൾ ഉമ്മയാണോ അതല്ല ബാപ്പയാണോ? ഒരു ഉമ്മയിലും ബാപ്പയിലും തങ്ങളെ പോലെ റഹ്മത്തുള്ള ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ല. തങ്ങൾ കരുണയുടെ കടലാണ്. ആ കരുണക്കടലായ തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകർക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ തങ്ങളെ നാം അയച്ചിട്ടില്ല. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണേ മുഅ്മിനീങ്ങളെ, അവിടുത്തെ ആദരിക്കണേ. അവിടുത്തെ വിലാദത്ത് കൊണ്ട്, ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ തങ്ങളോടുള്ള സന്തോഷം പ്രകടിപ്പിക്കണേ. ആ സന്തോഷ പ്രകടനത്തിന്റെ ഭാഗമാണ് ഈ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ ഈ കട്ടപ്പാടിയിലെ ഈ പ്രദേശത്ത് ഇവിടെയുള്ള വിശ്വാസി ജനങ്ങൾ ഇങ്ങനെ ഒരു മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചത് തങ്ങളോടുള്ള വലിയ സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ സന്തോഷ പ്രകടനമാണ്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഉൻ ബിറഹ്മതിഹി ഐ ബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഫസ്സിറുകൾ അങ്ങനെയാണ് തഫ്സീറിൽ എഴുതി വെച്ചത്, തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ. മഹാന്മാരായ സ്വഹാബത്ത് റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12 യൗമുൽ ഇത്നൈൻ തിങ്കളാഴ്ചയിൽ മക്കയിൽ നിന്ന് മദീനയിലെത്തിയ റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനക്കാരായ സ്വഹാബത്ത് മൗലിദ് ഓതിയിട്ടാണ്, മദ്ഹ് ചൊല്ലിയിട്ടാണ് തങ്ങളെ സ്വീകരിച്ചത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മാ ദഅ ലില്ലാഹി ദാഇ. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് മൗലിദ് അങ്ങ് തുടങ്ങിയപ്പോൾ, മദ്ഹ് പാടാൻ തുടങ്ങിയപ്പോൾ
മറുഭാഗത്തുനിന്ന് സ്വഹാബത്ത് അതിന് ജവാബ് ഏറ്റു പറയുകയാണ്, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹ്. മദീനയെ പ്രകമ്പനം കൊള്ളിച്ച മൗലിദ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ മഹാന്മാരായ സ്വഹാബത്ത് നടത്തിയപ്പോൾ ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നിന്ന് പുഞ്ചിരി തൂകിയിട്ട് ആ മൗലിദോദിയ മദ്ഹ് പാടിയ സ്വഹാബത്തിനെ തങ്ങളതാ ആശീർവദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അയിമ്മത്ത് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. സ്വഹാബത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലഹരി അത് തങ്ങളെ കാണലാണ്, തങ്ങളെ പഠിക്കലാണ്, തങ്ങളെ മനസ്സിലാക്കലാണ്, തങ്ങളെ ഉൾക്കൊള്ളലാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ തങ്ങൾ പറയണം, നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഊനി, എന്നെ ഇത്തിബാ ചെയ്യണം, തങ്ങളെ പിന്തുടരണം. തങ്ങളെ പിന്തുടർന്നാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ തൃപ്തിപ്പെടും. അല്ലാഹു തൃപ്തിപ്പെട്ടാൽ അവൻ നിങ്ങളെ ദോഷങ്ങൾ പുറത്തു തരും. അവൻ ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന ഒഫാറാണ്, ഖുർആന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. തങ്ങളെ ഇത്തിബാ ചെയ്യുന്നതിന്റെ വലിയ ഭാഗമാണ് അവിടത്തെ കൊണ്ട് ഖുർആൻ മഹത്വപ്പെടുത്തി വർണ്ണിച്ചു പറഞ്ഞ വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ തങ്ങൾ വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അവിടുത്തെ സ്വഭാവം അത് വളരെ മനോഹരമാണ്, അത് മഹോന്നതമാണ്, അത് വളരെ സുന്ദരമാണ്. ആ സ്വഭാവം എല്ലാ നിലയിലും പ്രശംസിക്കപ്പെട്ടതാണ്. ആ സ്വഭാവം കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ജനങ്ങൾ ആകർഷിച്ചത്. അവിടുന്ന് എല്ലാവരോടും റഹ്മത്ത് കാണിച്ചു, എല്ലാവരോടും കരുണ കാണിച്ചു. സർവ ജീവജാലങ്ങളോടും സർവജനങ്ങളോടും ഒരു ശത്രുതയില്ല, ആരോടും വൈരാഗ്യമില്ല, ആരോടും വെറുപ്പില്ല. എല്ലാവരോടും ആ കാരുണ്യത്തിന്റെ കടൽ അങ്ങ് വിതറിയപ്പോൾ സർവജനങ്ങളും ഇസ്ലാമിലേക്ക്, കൊല്ലാൻ വേണ്ടി വന്ന ആളുകൾ പോലും, തങ്ങളെ കൊല ചെയ്യാൻ പദ്ധതിയിട്ട് മുന്നിലെത്തിയ ആളുകൾ പോലും തങ്ങളെ മുമ്പിൽ എത്തിയപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട്, ആ മഹത്തായ സ്വഭാവം കണ്ട് അവിടുന്ന് ഷഹാദത്ത് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ സ്നേഹിക്കാതെ, ആ തങ്ങളുമായി ബന്ധം നിലനിർത്താതെ രണ്ട് ലോകത്തും വിജയിക്കാൻ നമുക്ക് പറ്റില്ല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയെ മഹാന്മാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളൂ. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹത്തിൽ ലയിച്ച മഹാന്മാരായ സ്വഹാബത്ത് തങ്ങളെ സ്നേഹത്തിൽ അങ്ങ് ലയിച്ചപ്പോൾ അവർക്ക് അല്ലാഹു വലിയ ദറജ നൽകുകയാണ്. ആ സ്ഥാനമാണ് തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്, അവരെ ആരെ പിന്തുടർന്നാലും നിങ്ങൾ നേർവഴിയിലെത്തുമെന്ന് സ്വഹാബത്തിന്റെ മഹിമ തങ്ങൾ പറയുകയാണ്. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അഫ്ളലുൽ ഖൽഖ് ബഅദൽ അംബിയാ, അംബിയാക്കളെ കഴിഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അംബിയാക്കളെ കഴിഞ്ഞാൽ വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം?
ഒരേ ഒരു കാരണമാണ്. അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ആ സ്നേഹം നമുക്കും നേടിയെടുക്കാൻ പറ്റണം, നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അത് ഉണ്ടാക്കിയെടുക്കാനും നേടിയെടുക്കാനുമുള്ള മജ്ലിസാണ് ഈ മദ്ഹുർ റസൂൽ, ഈ മഹബ്ബത്തിന്റെ സദസ്സ്. ഈ സദസ്സിൽ വന്നിരിക്കലോടുകൂടെ നമ്മുടെ ദോഷം പൊറുക്കുകയാണ്, രോഗം സുഖപ്പെടുകയാണ്, കടം വീടിക്കിട്ടാൻ കാരണമാണ്, കാര്യങ്ങൾ എളുപ്പമാകാൻ, ടെൻഷൻ നീങ്ങാൻ ഈ മജ്ലിസ് മതിയാകുന്നതാണ്. തങ്ങളെ കണ്ട് മരിക്കുന്ന സമയം തബസ്സുമിലായി കലിമ ചൊല്ലി മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ സദസ്സ് തങ്ങളെ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ സദസ്സ് അതിന് കാരണമാണ്. ഒരാൾ ഖബറിലെത്തിയാൽ ആ ഖബറാളിക്ക് മലായികത്ത് തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ അറിയോ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ തങ്ങളെ മുഹിബ്ബീങ്ങൾ മുഅ്മിനീങ്ങൾ മറുപടി പറയും, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ നേതാവായ തങ്ങളാണ്. തങ്ങളെ സ്നേഹിക്കാതെ തങ്ങളിൽ നിന്ന് അകലം പാലിച്ച ആളുകൾക്ക് ആ സമയം തങ്ങളെ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ തങ്ങളെ സ്നേഹിക്കണം. തങ്ങളെ സ്നേഹിച്ചാലുള്ള ഗുണമെന്താണ്? അവിടുന്ന് പറയുന്നു, മൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, ആര് എന്നെ സ്നേഹിക്കുന്നോ അവര് സ്വർഗത്തിൽ എൻ്റെ കൂടെയാണ്. ഈ കാര്യം പറയുമ്പോൾ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലയാണ്. ആ സൗബാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദറത്തിലെത്തി. എത്തിയപ്പോൾ മഹാനവറുകളെ കണ്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സങ്കടം. എന്തേ സങ്കടം വരാൻ കാരണം? അവിടുന്ന് ആകെ ക്ഷീണിച്ച് അവശരായി, മുഖമൊക്കെ ഫതഅയ്യറ വജൂഹു, മുഖമൊക്കെ ആകെ വ്യത്യാസപ്പെട്ട് കോലം കെട്ട് മെലിഞ്ഞൊട്ടി ഒരു വല്ലാത്ത പട്ടിണി അത് അനുഭവിച്ച ആളെ പോലെ, ഒരു രോഗിയെപ്പോലെ, അസുഖം പിടിച്ച ആളെ പോലെ തങ്ങൾ കണ്ടപ്പോൾ സൗബാൻ തങ്ങളോട് തങ്ങൾ ചോദിക്കുന്നു, അല്ല സൗബാനെ, നിങ്ങൾക്ക് വല്ല അസുഖവും പിടിപെട്ടോ? എന്തു പറ്റിപ്പോയി? മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല നബിയേ, എനിക്കൊരു അസുഖവും ഇല്ല. എൻ്റെ ആകെ പ്രശ്നം തങ്ങളെ കാണാത്തതാണ്. തങ്ങളെ കാണാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലെത്തിയത്. ഞാനാകെ ഭയന്നുപോയി. ഈ ദുനിയാവിൽ തങ്ങളെ കാണാതെ ഞാൻ അപ്പുറത്തുണ്ടെങ്കിലും എനിക്ക് എപ്പോഴെങ്കിലും വല്ലാതെ തങ്ങളെ കാണാത്ത പ്രയാസമുണ്ടാകുമ്പോൾ തങ്ങളിലേക്ക് വന്നെത്തി ദുനിയാവിൽ വെച്ച് തങ്ങളെ കാണാൻ പറ്റും. പക്ഷേ എൻ്റെ മൗത്ത് സംഭവിച്ച് ആഖിറത്തിലെത്തിയാൽ അവിടുന്ന് സ്വർഗത്തിൽ അലിയീൻ, ഉന്നതമായ സ്ഥാനത്തല്ലയോ, മഖാമും മഹ്മൂദ്, വലിയ സ്ഥാനത്ത് സ്വർഗത്തിൽ തങ്ങളിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട സൗബാനിനി സ്വർഗത്തിൽ കടന്നാൽ തന്നെയും ആ സ്ഥലത്ത് വന്ന് തങ്ങളെ കാണാൻ എനിക്ക് പറ്റുമോ എന്ന പേടി എന്നെ വല്ലാതെ അലട്ടുന്നു നബിയേ. അത് ചിന്തിച്ചാണ് ഞാൻ ഈ കോലത്തിലകപ്പെട്ടതെന്ന് കരഞ്ഞുകൊണ്ട് സൗബാൻ റളിയല്ലാഹു അൻഹു മനോവേദനയോടെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ വന്ന് പറഞ്ഞപ്പോൾ അതാ ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അവതരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا.
ഈ ആയത്തിന്റെ സബബുൻ നുസൂലായി മഹാന്മാരായ മുഫസ്സിറുകൾ ഈ കാരണം എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ രണ്ട് ലോകത്തും സന്തുഷ്ടരാണ്. ഇതൊരു സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ മാത്രം വിഷയമല്ല. ലോകത്ത് ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന സർവ്വ വിശ്വാസിനികൾക്കും തങ്ങളെ സ്നേഹിച്ചാൽ നിരാശപ്പെടേണ്ടി വരില്ല. സ്വർഗത്തിലും തങ്ങളെ കൂടെ അവിടുത്തെ ജിവാറിൽ ചാൻസ് കിട്ടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. ഇവിടെ ഇനിയും ഒരുപാട് ഉസ്താദുമാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അവരെല്ലാം പ്രസംഗിക്കാൻ രാഷ്ട്രീയക്കാരും നേതാക്കളും എല്ലാവരും ഇവിടെ ഉണ്ട്. എനിക്ക് ഇത് കഴിഞ്ഞ് നാളെ കൊച്ചിയിലെ പരിപാടിയിലേക്ക് പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് യാത്ര തിരിക്കാനുള്ളത് കൊണ്ടാണ് നേരത്തെ തന്നെ എത്തിയത്. ഞങ്ങൾ ബായാറിന്ന് അസറ് കഴിഞ്ഞിട്ട് തന്നെ ഇറങ്ങിക്കണ്. വീട്ടിലെ ഭാഗത്തും അവിടെ എല്ലാം പോകാനുള്ളത് കൊണ്ട് നേരത്തെ ഇറങ്ങിയത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ചെറിയ കാലായുസ് പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കാതെ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതി സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നാവിനെ സൂക്ഷിക്കുക. അള്ളാഹ് പൊരുത്തപ്പെടാത്തത് സംസാരിക്കണ്ട, അള്ളാഹു പൊരുത്തപ്പെടാത്തത് കേൾക്കണ്ട, അള്ളാഹു പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കണ്ട, അള്ളാഹു പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങൾ സ്വീകരിക്കണ്ട, അള്ളാഹ് പൊരുത്തപ്പെടാത്തത് കുടിക്കാനും കഴിക്കാനും അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടാതെ ചെറിയ കാല ആയുസ് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തിലായി നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഈ മാസം ഒക്ടോബർ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അല്പം സ്വലാത്ത് പറയാം, എന്നിട്ട് ദ്വാരക്ക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. എന്താ വേണ്ട നിങ്ങളെവിടെ ഇവിടെ തന്നെ ഉള്ള കുറേ വർഷമായിട്ട് കറുപ്പാടിയിൽ അങ്ങനെ ഒരുപാട് ഇവരും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും രാഷ്ട്രീയക്കാരും വേണ്ടപ്പെട്ട എല്ലാവരും നേതാക്കളും ഈ സമൂഹത്തിന് നന്മ ചെയ്യുന്ന
പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളൊക്കെ ഈ സദസ്സിലുണ്ട്. അള്ളാഹു ജമാഅത്തിന്റെ അധ്യക്ഷരിവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ, ബറക്കാത്തുകൾ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. ആ ടിഷ്യൂ കൊടുത്താണ്. അത് പിന്നെ എടുത്തേക്കാം. എല്ലാം ദ്വാ കഴിഞ്ഞിട്ട് മാറ്റാം. ഇപ്പം ആരും ദ്വാൻ്റെ സമയത്ത് വേറെ ഒന്നിലും പോണ്ട, ദ്വായിലേക്ക് വരാം എല്ലാവരും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹു يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا وأنت وسيلتنا أدركنا. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله. إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من عظمت إليك يا ربنا. ശ്രേഷ്ഠമായ മദ്ഹിന്റെ മഹബത്തിന്റെ സ്വലാത്ത് വാർഷിക സമ്മേളനത്തിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൂക്ഷിക്കല്ല അല്ലാഹ്. ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാഹ്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഖൽബ് പോലെ ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണം അല്ലാഹ്.
കിബർ, ഹസദ്, റിയാ, ഉജ്ബ്, നിഫാഖ്, ശഹ്വത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും ഖൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലുൻ യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി ഇല്ലാ മഹബ്ബത്തു അംബിയാഇക വ ഔലിയാഇക وعلماء دينك والصالحين نسألك بحقهم نور قلوبنا. اللهم نور قلوبنا، اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് ഖൽബ് ഹയാത്താക്കണ അല്ലാഹ്, ഈമാൻ ഏറ്റി തരണ അല്ലാഹ്, തഖ്വ ഏറ്റി തരണ അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണ അല്ലാഹ്, വറഇയറ്റി നിലനിർത്തണ അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണ അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാനെ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ചവർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിൽ സമ്മേളിച്ചവർ, ബായാർ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്. ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാന്. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാഹ്. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാഹ്. പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്. ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാളെയും ICUവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് അബോധാവസ്ഥയിൽ വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാഹ്. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്. ഞങ്ങളെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി,
ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാനെ. നീ നൽകിയ മുഴുവത്തിലും ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം അല്ലാഹ്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം റഹ്മാന്. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം അല്ലാഹ്. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാഹ്. സകല ശത്രുക്കളെ ശർറിൽ നിന്നും റബ്ബേ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരു ഫിതന ഫസാദിലും ഒരു കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാഹ്. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായം വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാന്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖളത്തിലും മനാമിലും പല തവണ തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലുസുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂഇലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. യാ റബ്ബനാ അൻത മൗലാനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.